ഫാഷൻ ഡിസൈനിങ് അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാം. KM George Memorial School of Fashion Designing and Garment Technology. മൂവാറ്റുപുഴയിൽ 6.5 അടി ഉയരമുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ നാടിന് സമർപ്പിച്ചു. PO ജംഗ്ഷൻ സ്ഥാപിച്ച പ്രതിമയുടെ അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ PO ജംഗ്ഷനിൽ സ്ഥാപിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ നാടിന് സമർപ്പിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാടിന് സമർപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭ ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. ഞങ്ങൾ ശ്രീമതി അയ്യങ്കാളിയോടൊപ്പമാണ്, കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്നുള്ളൊരു വലിയ പ്രഖ്യാപനം. കേരളത്തിലെ അധസ്ഥിത വർഗത്തിൻ്റെ പടത്തലവനായ ശ്രീമതി അയ്യങ്കാളിയുടെ മനോഹരമായ ഒരു പ്രതിമയാണ് ഇന്നിവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വലിയ സന്ദേശമാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്നാണ് ഈ പ്രതിമയിലൂടെ നഗരസഭ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് പറയുന്നത്. കാരണം ആ മനുഷ്യന്റെ ജീവിത കഥ എന്ന് പറയുന്നത് കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം അടിച്ചമർത്താൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിൽ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ വലിയ മനുഷ്യൻ നടത്തിയ പോരാട്ടത്തിന്റെ കഥകളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്നത്. നമ്മൾ ആലോചിക്കണം, എത്ര വർഷങ്ങൾക്ക് മുൻപാണ്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് അദ്ദേഹം ഈ പോരാട്ടം നടത്തിയത്. ജീവൻ പണയപ്പെടുത്തിയാണ് ശ്രീമതി അയ്യങ്കാളി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിയിരുന്നത്. നടന്നും തോണിയിലും എല്ലാം കയറി. കാരണം ഭരണകൂടത്തിന്റെ പട്ടാളവും പോലീസും പിന്നെ സവർണ മേധാവിത്വത്തിന്റെ ഗുണ്ടകൾ കൊല്ലാൻ നടക്കുകയാണ് അദ്ദേഹത്തെ. കിട്ടിയാൽ കൊല്ലും, എവിടെ വെച്ച് കിട്ടിയാലും കൊല്ലും. ആ മനുഷ്യനാണ് എവിടെയെല്ലാമാണ് അധസ്ഥിത വർഗക്കാർ അനീതിക്ക് അടിമപ്പെടുന്നത്, അനീതി അവരെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നത്, അവിടെയെല്ലാം അദ്ദേഹം ഓടിയെത്തി അവർക്ക് ആശ്വാസം പകർന്നു, അവരെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തി. 6 അടി ഉയരത്തിൽ കമ്പി, അയൺ, നെറ്റ്, കളിമണ്ണ്, സിമന്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് 1 ടൺ ഭാരം വരുന്ന പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ PP എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP, മഹാത്മാ അയ്യങ്കാളിയുടെ ചെറുമകൻ അഡ്വക്കേറ്റ് S ഗിരിജാൽമജൻ, MLA മാരായ മാത്യു കുഴൽനാടൻ, അനൂപ് ജേക്കബ്, എൽദോസ് കുന്നപ്പള്ളി, മുൻ MLA മാരായ ജോസഫ് വാടക്കൻ, ബാബു പോൾ, ജോണി നെല്ലൂർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, PM ഇസ്മയിൽ, MA സഹീർ, ഉഷ ശശിധരൻ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, നഗരസഭ സ്ഥിരസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ വെള്ളിയാമറ്റം ചാമപ്പാറയിൽ ജൂബിലന്റ് ഉണ്ണി എന്ന ശില്പിയാണ് 6 അടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ തീർത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് ബാവയുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.